ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ ഈ പഠന മികവ് കാരണം മറ്റു കുട്ടികൾക്കെല്ലാം അവനോട് സ്വാഭാവികമായ അസൂയ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് അവനെ കളിപ്പിക്കാനായി ഒരു തന്ത്രം ആസൂത്രണം ചെയ്തു. അവർ അവൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ "ഐ ആം എ ഫൂൾ" എന്നെഴുതിയ ഒരു കടലാസ് ഒട്ടിച്ചു വെച്ചു. ക്ലാസ്സിലേക്ക് വന്ന ആ മിടുക്കനെ കണ്ട കുട്ടികൾ ആ എഴുത്ത് കണ്ട് അവനോടൊന്നും പറയാതെ വാപൊത്തി പരസ്പരം ചിരിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ മണിക്കൂറിൽ കണക്കിൻ്റെ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നു. അദ്ദേഹം കണക്കിലെ ഒരു ചോദ്യം പരിഹരിക്കാൻ വേണ്ടി ബോർഡിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം ഓരോ കുട്ടികളെയായി ബോർഡിനരികിലേക്ക് വിളിച്ചു. ആർക്കും തന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. കണക്കിൻ്റെ ഉത്തരം കണ്ടെത്താനാകാതെ തോറ്റുപോയ കുട്ടികളുടെ മുന്നിലേക്ക് അവസാനമായി അധ്യാപകൻ മിടുക്കനായ ആ വിദ്യാർത്ഥിയെ വിളിച്ചു. അവൻ ബോർഡിലേക്ക് തിരിഞ്ഞു നിന്ന് കുട്ടികൾ ചിരിക്കുന്നത് ശ്രദ്ധിക്കാതെ ആ കണക്ക് ശാന്തമായും കൃത്യമായിട്ടും ചെയ്ത് ഉത്തരം കണ്ടെത്തി. അവൻ ഉത്തരം എഴുതി തീരുമ്പോഴും കുട്ടികൾ വാപുത്തി ചിരിക്കുന്നുണ്ടായിരുന്നു. ഉത്തരം കൃത്യമായി എഴുതിയ അവനെ അധ്യാപകൻ കൈയടിച്ച് അഭിനന്ദിച്ചു. അതിനുശേഷം അധ്യാപകൻ അവൻ്റെ പുറകിലൊട്ടിച്ച കടലാസ് പറിച്ചെടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു: "ഇതുപോലെ മറ്റുള്ളവർ നിന്നെ പലതരത്തിലും പരിഹസിച്ചേക്കാം, പല എഴുത്തുകളും എഴുതി ഒട്ടിച്ചേക്കാം. എന്നാൽ അവർ എന്തെങ്കിലും എഴുതി ഒട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നീ അതാവുന്നില്ല. അതൊന്നും നീ വിഷയമാക്കുകയേ ചെയ്യരുത്. ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ നിനക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ജീവിക്കാതിരിക്കുക എന്നത് മാത്രമാണ് പോംവഴി." ശരിയാണ്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ഒട്ടിക്കുന്ന എഴുത്തുകളോ അല്ല നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ബാഹ്യമായ വിദ്വേഷം, അസൂയ അല്ലെങ്കിൽ പരിഹാസം എന്നിവ നമ്മുടെ ആന്തരികമായ മികവിനെയും കഴിവിനെയും വിജയത്തെയും തടസ്സപ്പെടുത്താൻ സമ്മതിക്കരുത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് പരിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 4 പറയുന്നു. നമ്മുടെ കഴിവുകളെയോ സ്നേഹത്തെയോ ശുശ്രൂഷകളെയോ കാണാൻ കഴിയാതെ എപ്പോഴും ഉപദ്രവിക്കുവാനും കഷ്ടപ്പെടുത്തുവാനും പരിഹസിക്കുവാനും ചുറ്റും ആളുകൾ കണ്ടേക്കാം. എന്നാൽ പരിഹസിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അവഗണിക്കുമ്പോഴും ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളർന്നു പോകില്ല. കാരണം ബലം വെച്ചിരിക്കുന്നത് അവരുടെ പരിഹാസ വാക്കുകളിലല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയിലാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.